വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാത്തു ആൻഡ് കല്ലോസ്. ഞാൻ ഇന്ന് ഒരു ജേണൽ സപ്ലൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പോളറോയിഡ്സ് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ A4 ഒന്നുമില്ല എടുക്കുന്നത്, പഴയ ബുക്കിലെ വേസ്റ്റ് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് ആവശ്യമുള്ള ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം. ഞാൻ സ്പോട്ടിഫൈ തീമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഒരു ബോക്സും പിന്നെ ഒരു ലൈനും താഴെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതിൽ വരച്ചു കൊടുക്കാം. എനിക്ക് വരയ്ക്കാൻ അധികം ഒരു ഐഡിയ ഇല്ലായിരുന്നു, പെട്ടെന്നൊന്ന് തീർത്തിട്ട് പോയാൽ മതിയെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോൾ എല്ലാ കളേഴ്സും എടുത്ത് പാലറ്റിലിട്ടിട്ട് ഒരു മനസ്സിൽ തോന്നുന്ന ഐഡിയയിലെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ആകെപ്പാട് മനസ്സിലുള്ളതൊരു റെയിൻബോ ചെയ്യണമെന്നും പിന്നെ സ്റ്റേറി നൈറ്റും ചെയ്യണമെന്നേ ഉള്ളായിരുന്നു. ആണ് ഞാൻ പറഞ്ഞ സ്റ്റേറി നൈറ്റ്. ഇത് കറക്റ്റായിട്ടൊന്നും വന്നില്ല, എന്നാലും എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേറി നൈറ്റിൻ്റെ വേറെ ഒരു ജേർണലിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അല്ല ഷോർട്സ്. ഇതാണ് അതെല്ലാം ഡ്രോ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ സ്പോട്ടിഫൈ ആയതുകൊണ്ട് അതിൽ മറ്റേ ഈ പാട്ട് എവിടം വരെ കണ്ടു, പിന്നെ പൗസും പ്ലേ ആക്കുന്നതും, പിന്നെ രണ്ട് ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് വരച്ചു കൊടുത്തതായിട്ടാണ് ഞാൻ ജേർണലിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും. അല്ലാതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളായിരുന്നു, ഇപ്പോൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ പോളറോയിഡ്സ് വെക്കാൻ വേണ്ടി ഒരു കവർ ഉണ്ടാക്കണം, ഒരു പേപ്പർ കവർ. അതിൽ ഞാൻ ഗ്ലൂ അല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റാപ്ലർ യൂസ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് കയറാൻ കുറച്ച് പാടായിരുന്നു. കുറച്ച് സൈഡൊക്കെ ചുളുക്കിയിട്ടാണ് കയറ്റിയത്. ഒരെണ്ണം ക്യാൻഡി കളേഴ്സ് ആയിരുന്നു, ഒരെണ്ണം ഫുള്ള് സ്കൈ, ഒരെണ്ണം ഫുള്ള് ഒരു റെയിൻബോ തീമിലും. പ്രൊഫഷണലായിട്ട് ജേർണലിങ് ചെയ്യുന്നവർക്ക് അവർ സപ്ലൈസ് മേടിച്ച് ചെയ്യും. പിന്നെ ചെറുതായിട്ട് ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ട്രിക്സൊക്കെ വെച്ച് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല രീതിക്ക് പോളറോയിഡ്സും ജേർണൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്ന ജേർണൽ സ്റ്റേഷനറീസും സപ്ലൈസും ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ മെയിൻലി 2 യൂട്യൂബ് ചാനൽസ് കാണാറുണ്ട്, അവരെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പോളറോയിഡ്സൊന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകും. ഇനി ഞാൻ പ്ലെയിൻ ഫ്രെയിംസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ ഫ്രെയിംസ് അല്ലാതെ കളർഫുള്ളായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ടൈം അധികം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതെനിക്കൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ്, വിൻറ്റേജ് ഫ്ലോറൽ ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിൻട്രസ്റ്റിലും ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നല്ല നല്ല ഡ്രോയിങ്സ് കാണും. ഞാനിപ്പം എൻ്റെ ആ ഒരു ടൈമിലെ ജേർണൽ ചെയ്യുന്ന ടൈമിലെ മൂഡ് അനുസരിച്ച് അതിലെന്തെങ്കിലും റൈറ്റിങ്സോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഡെക്കറേറ്റ് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. പിന്നെ ഇത് പലതവണ കട്ട് ചെയ്താലേ ഇങ്ങനെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ചില തവണ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളി കട്ടായിട്ട് പോവും. പിന്നെ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലൊരു കവർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് മിസ്സായി പോകും. നമ്മളിങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്ത് എടുക്കാൻ നേരത്ത് കുറച്ചും കൂടെ വെൽ ഓർഗനൈസ് ആയിട്ട് ഇരുന്നോളൂ. പിന്നിപ്പം ഞാനൊരു ബോക്സ് കാണിച്ചു തരാം. ആ ബോക്സിൽ എനിക്ക് സ്വീറ്റ്സ് കിട്ടിയതാണ്, എൻ്റെ അച്ഛൻ കൊണ്ട് തന്നതാണ്. ആ ഒരു ബോക്സിലാണ് ഞാൻ ഈ ജേർണൽ സപ്ലൈസ് ഇട്ട് വെക്കാൻ നോക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു മൂഡ് അനുസരിച്ച് നമ്മൾ ജേർണൽ ചെയ്യുമ്പം നമുക്ക് കോട്ട്സ് വേണ്ടേ, അപ്പം കോട്ട്സാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ ജേർണലിങ്ങിൻ്റെ സാധനങ്ങൾ ചെയ്തു. ഞാനിപ്പം ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ 2024 ചെയ്തപ്പം ഞാൻ നല്ല രീതിക്ക് കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആയിട്ട് കുറേ യൂട്യൂബ് ചാനൽസ് കണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ കോട്ട്സ് നമുക്ക് അപ്പം മൈൻഡിൽ വരുന്നത് എഴുതുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് എഴുതി വെച്ചിട്ട് അപ്പം നമ്മുടെ മൈൻഡ് ഏതാണോ ആ ഒരു മൈൻഡിലുള്ള കോട്ട്സ് ചൂസ് ചെയ്തെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതാണ് നമ്മൾ അപ്പം എഴുതുന്നതിനെക്കാട്ടും കുറച്ച് നേരത്തെ എഴുതി വെക്കുന്നതിനെക്കാട്ടും ഉള്ള ബെറ്റർ ഡിഫറൻസ്. 2 സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു വിൻറ്റേജ് ബ്രൗണിഷ് ടീമും. അതിലാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വെക്കാറുള്ളത്. ഇത് നമ്മൾ ജേർണലിങ് ചെയ്തിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള സാധനമാണ് വാഷിംഗ് ടേപ്പ്. പിന്നെ അതും കൂടെ കുറയ്ക്കേണ്ട, നമുക്ക് അതും കൂടെ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളാകാൻ വേണ്ടി ഞങ്ങളവിടെ TP എഴുതുമില്ലേ, ആ TP പേപ്പർ അല്ലെങ്കിൽ സിംഗിൾ ലൈൻഡ് പേപ്പർ, അതിൽ വാട്ടർ കളർ വെച്ച് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചു. പിന്നെ അത് കട്ട് ചെയ്തു. അതിൽ കൂടി ഇങ്ങനെ ചെയ്യുമ്പം കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. എന്നിട്ട് ഈ ലോങ് സ്ട്രിപ്സിലെ 4 കളേഴ്സാണ് ഞാൻ ചെയ്തേക്കുന്നത്. ആ ലോങ് സ്ട്രിപ്സ് സ്റ്റാപ്ലെയർ വെച്ചാണ് ചെയ്തത്. ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്തത് സ്റ്റാപ്ലെയറാണ്. ഈ ഒരു ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ ഗ്ലൂ യൂസ് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ടൈം ഉണങ്ങാൻ വേണ്ടി വെക്കണം.
പിന്നെ നമുക്ക് ഒരു റൗണ്ടായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഈ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് കൂടുതലാണ്, മിസ്സാകാൻ ചാൻസ് കൂടുതലാണ്. ഈ റൗണ്ടിന് വേണ്ടിയാണ് ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ആ റൗണ്ട് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് സ്റ്റാപ്ലെയർ ചെയ്യണം. എന്നിട്ട് അതിൽ കൂടി ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി ചുറ്റി വന്നിട്ട് പിന്നെ ചെറിയൊരു പേപ്പർ എടുത്ത് നമ്മളിങ്ങനെ ഒരു ക്രോസ് ചെയ്ത് വെക്കണം, വെച്ചാൽ അതിങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ 4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഒരു വിൻറ്റേജ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് അത് ഇട്ട് കൊടുക്കണം. കണ്ടോ, ആ ഒരു ബോക്സിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ പ്ലെയിൻ ഫ്രെയിംസും പോളറോയിഡ്സും എല്ലാം കൂടി ഇട്ടതിൽ